കുറച്ചു നേരം ഞാൻ എന്തായാലും 1 hour ഉണ്ടാവുള്ളൂ. അപ്പോൾ പോർച്ചുഗൽ കളി തുടങ്ങണ വരെ നമുക്ക് കുറച്ചു നേരം ചില്ലായിട്ട് ഇരിക്കാം. അവൾക്ക് വന്ന് ഗണ്ണെടുത്ത് ബാക്കിലെല്ലാം ഓടി പോയിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. അടിയായോ സിറ്റിയില്? ഇന്നപ്പൊ അടിയായോ? ഇന്ന് ഞാൻ അടിയായത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ സത്യം ഗൈസ്. ഇന്ന് വേറെ കുറച്ച് സാധനത്തിന്റെ ബാക്കിലായിരുന്നു. ആരാണത്? നോക്കിയ ഇഷ്യൂ എന്ത്? അവിടെ ചുമ്മാ ഇരുന്നാണ് എന്തേലും പുതിയ ഇഷ്യൂസും കൊണ്ടൊന്നും വരില്ല. ഞാൻ അതൊന്നും നോക്കിയിട്ട് അറിഞ്ഞിട്ടൊന്നും ഇല്ലെന്ന്. ദിഗോഡ് എടാ ഇതിനെന്തിനാടെ ഈ ചുണ്ണിക്കുട്ടപ്പനാക്കി വെച്ചേക്കണം? എന്തിനാ? തൊള്ള 101 കളി -1000 കാരണങ്ങൾ 78 പർച്ചേസ് ചെയ്ത് കളയും. ഇതാരാ? മാക്കാണോ പർച്ചേസ് ചെയ്യണേ? 2200 പോയിന്റ് കാട്ടുന്നോ? എന്താടാ ഈ ചോദിച്ചത്? എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ. അത് കുത്തിയേച്ചും കണ്ട മൊത്തം ഇന്ന് മതളകി ആനന്റെ കളി ഇന്ന് കാണിച്ചരാ. വെയിറ്റ് 1 hour. 1 hour കൂടി നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ? ഇന്ന് മുമ്പും ഞാൻ പറയട്ടെ, നിങ്ങള് ഫ്രസ്ട്രേറ്റഡ് ഗൈസ്. നിങ്ങള് സത്യം പറയാലോ. ഹലോ, ഇന്ന് രാത്രി 12:30 എല്ലാരും വരട്ടോ. അണ്ണന്റെ യാത്രയപ്പുണ്ട്. അടാ ഞാൻ പോർച്ചുഗലിന്റെ ജേഴ്സി ഇടണത് തിരിഞ്ഞടാ. ഇന്ന് ഞാൻ ഉച്ചക്ക് ഇന്ന് രാത്രി ലൈവില് പോർച്ചുഗലിന്റെ ജേഴ്സി ഇടുന്ന മറന്ന് ഞാന്. എടാ ഇത് കണ്ടോ? ഈ സാധനം ഇത് ട്രെൻഡിങ് ആണ് ഇൻസ്റ്റഗ്രാമിൽ. ഇത് കോമഡി പീസാട്ടോ. ഇത് ഏതാണ് ഈ കുഞ്ഞിപ്പോയതില് ഒപ്പം നിൽക്കുന്ന ടീമിനെ വരെ അടിച്ചിട്ട് കണ്ടാണ് കേട്ടോ. ഏതാ ഇത്? ടക്കായി. ഇത് നമ്മളെ ഗാങ്ങിലെ ടക്കായി ആണത്. നോക്കട്ടോ, കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ടക്കായി ആണ്. നോക്കോ അതാ. കണ്ട അതാരാ? അതാരാ? പാന്റ് കൂരി അതിന്റെ അടുക്ക. പാന്റ് കൂരിയല്ലേ, തുണി മടക്കുത്തിയാവുന്നു. ഇത് കോമഡി ടർബോ ആണത്. ടക്കായിന്റെ അതേപോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ. ഇതൊക്കെ ഏതാ ഗെയിം? എടാ ഇപ്പം ഫുൾ ടൈം ഇപ്പൊ ബളപ്പാവുന്നുണ്ടല്ലേ? ഇതൊക്കെ ഏതാടാ ഗെയിം? ഞാൻ കേറീനെ. വലിച്ചിട്ടവള് ഞാൻ കേറീനെ. ഞാൻ കേറട്ടെ. ഇത് ഏതാടാ ഗെയിം? എന്നിട്ട് വേറെ എന്ത് പറഞ്ഞോ, 1000 കോടി ചെലവാക്കാൻ പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. പാട്ട് പാടാൻ പറയല്ലേ. ബ്ലേഡിന്റെ അടിച്ചാണോ ഇത്? ഞാൻ കണ്ടു. പിക്കപ്പ് ലൈനാ? എടാ ഞാൻ ഇവിടെ മുന്നിൽ നാണം കിടാണല്ലോടാ. എനിക്ക് എന്താടാ ഒരു പിക്കപ്പ് ലൈൻ പോലും അറിയില്ല. എടാ എല്ലാരും പോടങ്ങൾ എല്ലാരും നിൽക്കുമ്പോ എനിക്ക് ഇത് വരൂല. ഇതിന്റെ മൈൻഡിൽ നിന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് പറയുന്നതാണ്. മനസ്സിലായ? സിമ്പിൾ ആയിട്ട് തുടങ്ങാം. ഇത് കോമഡി ഉണ്ടാവും. വിൽ യു ബി മൈ ചിൽഡ്രൻസ് മമ്മി? ഇത് നിങ്ങൾക്ക് കാണൂലേ? ഞാൻ ഇവിടെ ഇരിക്കണോണ്ട് ആവശ്യം ഒന്ന് പറ. അപ്പൊ ഞാൻ അടുത്ത് പറയാം. ആർക്കെങ്കിലും ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് അറിയോ? ഇല്ല. അവിടെ അറിയില്ല. ഞാൻ ഗൂഗിൾ മാപ്പില് ക്യൂട്ട് പോയിന്റ് സെർച്ച് ചെയ്തപ്പോ ഷെയ്ക്കിന്റെ മുന്നിലെത്തി. അങ്ങനെ വരുവുള്ളല്ലേ? സംഭവം കൊള്ളായിരുന്നില്ല ഇന്നലെ. ഇല്ലല്ല, എനിക്ക് അപ്പൊ ബിസിനസ് മെസ്സേജുകൾ വന്നോണ്ട് നിനക്കൊന്ന് റിപ്ലൈ കൊടുക്കണം. അർജന്റ് ആയി പോയി. ആർ യു ബിറ്റ്വീൻ പത്തനംതിട്ട തിരുവനന്തപുരം? ബിക്കോസ് നീ കൊള്ളാം. സുനക്ക് തെറ്റി ബന്ധുവൊന്ന് ആർപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നടാ. ഷെയ്ക്കിനെ ഞാൻ ഫോളോ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? പിന്നാലെ നടക്കുന്നതിന്? ഇല്ല. എന്തേ? കാരണം എന്റെ ഡാഡി മമ്മി പറഞ്ഞിട്ടുണ്ട് ഡ്രീംസിനെ ഫോളോ ചെയ്യാൻ.
വെയിലുണ്ടേൽ സമ്മർ എന്റേലുണ്ടൊരു ഹമ്മർ. ഇത് പിന്നെ കാണാതെക്കോ നിങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി എല്ലാവർക്കും അയച്ചു കൊടുക്കണം പറ്റില്ലേ? നമ്പർ എന്റെ ഉണ്ട് അല്ല പക്ഷെ പിക്കപ്പ് ഇത് നൈസ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ നൈസ് നൈസ് നൈസ്. ജോഷ കാളിങ് കൊല്ലം ജോസ്. കൊല്ലം ജോസ് ആരാ? ഇതാണോ കൊല്ലം ജോസ്? ഹലോ ഹലോ ഇതാരാ? പറയിപ്പിച്ചപ്പോ അടി വാങ്ങി തരുന്ന തോന്നുന്നു കേട്ടോ. നിങ്ങൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ ആദർശിനെ ചീത്ത വിളിച്ചോണ്ട്? ഒരു കഴിവേറി ഒറ്റയ്ക്ക് ബൈക്കിൽ ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ആദർശിനെ കുറെ ചീത്ത വിളിച്ചോണ്ട ചെയ്ത്. ഈ ആദർശന്റെ ബോയ് ഫ്രണ്ടാ. ഈ ആദർശന്റെ ബോയ് ഫ്രണ്ടാണ് ഞാൻ. അല്ല നിങ്ങൾ എന്തിനാ ഡിഫെയിം ചെയ്യണത് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട്? ഈ ആദർശിനെ നിങ്ങള് വീഡിയോ ഇട്ടില്ലേ? പറയുന്നേ എടാ ഇവനെ ഞാൻ പറയാലോ, ഇത് സീനാവേ ഉറപ്പാ. ഇവനെ മിക്കവാറും ഇപ്പൊ എടുത്ത് കൊണ്ടുപോകും. നോക്കിയോ സവനപ്പാണല്ലോ കയ്യില്. ബ്രസീൽ എന്നുള്ളത് ഒറ്റപ്പെട്ടതാ. എനിക്ക് അതാടാ പേടി. സത്യം പറയല റാമ്പോ എന്തെങ്കിലും ഊക്കടിക്കോ എന്നുള്ള സത്യം. ഞാൻ ഇങ്ങനെ കണ്ടതിന്റെ ഒരു സന്തോഷം കൊണ്ടങ്ങ് നിന്നതാ. നമ്മളിപ്പം ഇങ്ങോട്ട് ഇറങ്ങട്ടെ അപ്പം. താങ്ക് യു വെരി മച്ച്. കാണാം. സമാധാനം എന്ന സാധനം നമുക്ക് കിട്ടത്തില്ല. വി സി പോവാനോ? വി സിയിൽ എന്താ? വി സിയിൽ കണ്ടല്ലോ ഇവിടെ. ഇല്ല അത് സ്കിപ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ. ഞാൻ ഒന്നും പറയണില്ല. എന്ത് പറയാനാ? പറയാൻ നിൽക്കാനൊന്നും എനിക്ക് പോവില്ലായിരുന്നു. അയ്യോ മോണിറ്റർ ഓഫ് ആയി. ഒറ്റ മിനിറ്റ്. സി എംബാപ്പെ ആളൻഡിൻ ഗോൾഡൻ ബൂട്ട് റേസ്. ക്രിസ്ത്യാനോ എത്ര ഗോളായടാ ഗൈസ്? ചാറ്റ് സിആർ എത്ര ഗോൾ ഇട്ട് ഇപ്പൊ മൊത്തം? സിആർ വരെ 7 3 4 ഗോളും കൂടി അല്ലടാ ഇന്നത്തെ കളി കണ്ട നിങ്ങ. പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. അപ്പൊ ഇന്നാണ് കളി. സത്യം പറയുകയാണെങ്കിൽ ഇയാളിൽ നിന്ന് തോറ്റ് പുറത്താകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സത്യം അതിന് ഇവറാൻ കെട്ടിങ്ങാണ്ട് നടക്കണ ഒരു ടീം. ഇരട്ടി ആൾക്കാർ. ഇയാൾ ഇന്നും ജയിച്ച് അതിനുശേഷമുള്ള 3 കളിയും കൂടി ജയിച്ച് ആ കപ്പും കൂടെ വരത്തി പോകാൻ വേണ്ടി. അല്ല ഞാൻ അതിന് നീയത്ത് വെച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട് നേർച്ചാക്കി കണ്ടേ പറ്റുന്നില്ല. തോൽക്കാൻ വേണ്ടി പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അവർ 2-1 ആ ഒരു സ്കോർ മാർജിനിലൊക്കെ ജയിക്കാൻ നല്ല പ്രതീക്ഷ ഉണ്ട്. പിന്നെ ബ്രോ പോർച്ചുഗലിന്റെ ഡിഗ്നിറ്റി കളയല്ലേ ബ്രോ. 4-0. അതുകൊണ്ട് തന്നെ അതിലും വലിയ സങ്കടം നിങ്ങൾ ട്രോളിയാലും നിങ്ങളെ കളിയാക്കിയാലൊന്നും കിട്ടാനില്ല. കാരണം ഇന്നത്തെ കളി എങ്ങാനും തോക്കുകയാണെങ്കിൽ ആ ചുവന്ന ജേഴ്സിയിൽ മത്സരമായിരിക്കും ഇന്നത്തെ. അതുകൊണ്ട് തന്നെ അതിലും തോറ്റാ പക്ഷെ അത് ഇന്നുണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണേലും ലാസ്റ്റ് 2 പോർച്ചുഗൽ ഉണ്ടാവും. മനസ്സിലായോ? കാണാ ഇന്നത്തെ കളി കണ്ടോ? എന്തോരം വെയിറ്റിംഗ് ആലേ സത്യം പറഞ്ഞു കഴിഞ്ഞാ.
ഇത് നമ്മളെ ഒരു അതാണ് പറയണില്ല. ഇത് വള്ളിഹൂമിന്റെ പാട്ടല്ലേ? ഇത് ഞങ്ങളെ ഗ്രൂപ്പിൽ വന്നിരടാ. ഇത് ഞാൻ പറയട്ടെ, ഇവളൊന്ന് കളിയാൻ കിട്ടണം. ഇവള് സിറ്റിയിലുണ്ടാവും. പോയിന്നാ കരയാണ് ഇവള്. ഇത് അതെന്താ ഇവിടെ തല കൊണ്ടട്ടിയത്? ബെറ്റർ താനിയോ എടാ? എടാ ഞാനൊരു ശരിയായ പാട്ടുകാരനാണ്, എന്നെ വെറുതെ അളക്കല്ലേ. ഇവളെ ഞാൻ ഒത്തു പറയണില്ല, മുണ്ടാതൊക്കെ അല്ലേ. കഴിഞ്ഞു. ഇത് സെവനപ്പിന്റെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമല്ലേ, ഞാൻ കമന്റ് ഇട്ടിരുന്നത്. ഇതൊരു കിടലുണ്ടായിരുന്നു സത്യം പറയാലോ. ഇതെന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു മിസ്സിംഗ് ആണ്. സ്ഥിരം ഓണാവണ ഒരു ആൾക്കാരുണ്ടടാ നമ്മളില്. മാക്ക്, മാലിക്, പിന്നെ രാജുഭായ്, പിന്നെ ചാർലി, മാരി, ബിലാല്, ഇവരൊക്കെ നമ്മൾ എപ്പോ കൂടുമ്പോഴും ഭയങ്കര മൂടേക്കാരം. മനസ്സിലായോ? ഒരു പാട്ടൊക്കെ ഇട്ടാ ഫുള്ള് റൊസാരിയോ. ഈ മീറ്റപ്പിനായിട്ട് 1.5 ലക്ഷം മുടക്കി അപ്പാപ്പ വന്നിരുന്നു. അപ്പാപ്പൻ പ്രണവ് വരും, പക്ഷെ പ്രണവ് ഭയങ്കര സൈലന്റ് ആയിക്കാരം. പ്രണവ്, ഇസ്മായില്, ബ്ലേക്ക് എല്ലാ പരിപാടിക്കും ഉണ്ടാവും. ഏത് ചെറിയ മീറ്റപ്പ് വെച്ചാലും ഉണ്ടാവും, പക്ഷെ എപ്പോഴും സൈലന്റ് ആയിക്കാരം. അങ്ങനെ ഒന്നിനും വർത്താനൊന്നും വല്ലാതെ വരില്ല. അങ്ങനെ അതും കഴിഞ്ഞു പോയി. ഇതെന്താ ആയാൽ ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ. നമ്മ കണ്ടതാ ഇന്നലത്തെ സംഭവല്ലേ. എടാ ബാക്കിയുള്ളവരെന്ത് ഗോഡെ എന്ത് കളിയാ? ഈടാ ഇവനൊക്കെ എ ക്ലാസ് പെണ്ണ് പിടിയാനാടാ ഇവൻ. വീഡിയോ നോക്കുന്ന ആ വീഡിയോ ചേച്ചി ഫ്ലഫീന്റെ വീഡിയോ കാണിക്കോ? ഫ്ലഫി ഈ ഫ്ലഫിന്റെ അണ്ടി ഇവ വെറുതെ നായ്ക്കുട്ടിന്റെ ഈ സാധനം കൊണ്ടുവരുന്നിട്ട് ചുമ്മാ അടി. ഈ ട്രോളൊന്നും എനിക്ക് ഒരു മട്ടല്ലട്ടോ. ഇതെന്താണിത്? ബ്രസീലിന്റെ ട്രോൾ. അയ്യോ ഇത് കണ്ടോ മുത്തേ? ബ്രസീൽ ഫാൻസിന്റെ അവസ്ഥ ഒക്കെയാണ് ഇത്. വയറ് ചിരിയായിരുന്നു എനിക്ക് ആലോചിച്ചിട്ട് തന്നെ. സത്യം പറഞ്ഞ ചിരിപ്പിക്കല്ലേ. അയ്യോ ഒന്ന് പോർച്ചുഗലിന്റെ കളി ഉണ്ട്, വല്ലാ ചിരിച്ചണ്ട. എനിക്ക് റേറ്റിൽ എന്നോട് സംശയം ചോദിച്ചു, നിങ്ങളാരും കരയാറില്ല? കരയാത്ത മനുഷ്യരുണ്ടോ? നാളെ ഒന്ന് ഇറക്കും കണ്ടോന്നാ. അത് നാളെ ഇറക്കും, പക്ഷെ ഇവിടെ ഈ ഫ്ലാഗിന്റെ അടുത്ത് സ്പെയിൻ ആയിരിക്കും, ഇവിടെ പോർച്ചുഗൽ. മനസ്സിലായ? നിങ്ങൾ എന്നെ അധികം ഇതാക്കല്ലേ, മനസ്സിലായില്ലേ? നമ്മളെ ക്രിസ്ത്യാനോ ഫാൻസിനെ വെറുതെ ചൊറിയാൻ നിക്കല്ലേ. ഇതെന്താ പിന്നെ റിപ്പീറ്റ് ആയ മേലക്ക്? കഴിഞ്ഞടാ. ഡിസ്കോഡിലൊന്നും ഒന്നും ഇല്ലല്ലോ. കറണ്ട് പോയി, കറണ്ട് വന്നു പോയി. ബന്ധു നമ്മളൊന്ന് കുറച്ചേരം സിറ്റി കയറിയൊക്കെ ഗൈസ്. സിറ്റിയിലൊന്ന് കയറിയിട്ട് ഇറങ്ങാം. KKPP വാറ് കളിക്ക് പോസേ W ആണ് ബ്രോ.
എൻ്റെ പ്രോ പ്ലെയറിസം ഞാൻ എല്ലായിടത്തും എടുക്കൂല, മനസ്സിലായ? ഞാൻ അത്രയും എടുത്തു വെച്ച സംഭവം വളരെ അപൂർവ സ്ഥലത്ത് മാത്രമേ ഇറക്കുള്ളൂ. സിറ്റി ഡൗൺ അല്ലേന്നോ?